ഹായ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുനാഫ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 200 ഗ്രാം കുനാഫൻ സേമിയ നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ, അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ആ സേമിയ ഇട്ട് കൊടുത്ത് നല്ലോണം കൈവച്ച് കൈകൊണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. കുനാഫ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതല്ലേ, നല്ല ടേസ്റ്റി ഉണ്ടാക്കിയിട്ട് അത് നല്ല പൊടിച്ചെടുത്ത് അതിലേക്ക് 10 രൂപേൻ്റെ ഫുള്ള് പാൽപ്പൊടി, 10 രൂപേൻ്റെ ഫുൾ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ആ സേമിയയിലേക്ക് നല്ല മിക്സ് ചെയ്യുക. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അതിലേക്ക് നല്ല മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് 3 ടീസ്പൂൺ ഇട്ടാണ് ചേർത്തിട്ടുള്ളത്. അതും അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അടിയൊന്നും പിടിക്കാൻ പാടില്ല. നല്ലോണം ഇളക്കി കൊടുത്ത് നല്ല രീതിക്ക് ബ്രൗൺ കളറായി വന്നില്ലേ. ഇതുപോലെ ആവുമ്പോൾ നമ്മളത് അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പാണ് കേട്ടോ ചേർത്തത്. ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ കട്ട് ചെയ്തു അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കുറച്ച് പാലും ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. കട്ടയൊക്കെ പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 65 രൂപേൻ്റെ ഇട്ടത്, അതിൻ്റെ പകുതി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആ മിക്സും ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ഇതിൽ അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലേക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സേമിയ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ സേമിയ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, കോൺഫ്ലവർ ചേർത്ത് എന്നിട്ട് സേമിയ മേലെ ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് ഇങ്ങനെ സെർവ് ചെയ്യുന്ന നല്ല രൂപത്തിലാക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പിസ്ത ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ കുനാഫ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2 മണിക്കൂർ വെച്ചാൽ മതി, റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ ഞങ്ങളത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അത് കണ്ട നല്ല ലെയറായി കിട്ടിയിട്ടില്ലേ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല